അച്ഛാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടൗണിൽ ഒരു നല്ല ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത്രയും ദൂരം വന്നു പോകാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെയാകുമ്പോൾ എനിക്ക് യാത്രാ സൗകര്യമാകും. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു ചേഞ്ച് ആകുമല്ലോ. അർജുൻ തൻ്റെ വീട് വിൽക്കാനുള്ള കാര്യം പറയാനുള്ള ആദ്യ സ്റ്റെപ്പ് പറഞ്ഞു നിർത്തി. ഞാൻ എവിടേക്കുമില്ല. എനിക്ക് ഈ വീട് വിട്ട് എവിടെയും താമസിക്കുന്നത് ഇഷ്ടമില്ലെന്ന കാര്യം അറിയില്ലേ അർജുൻ? ചന്ദ്രൻ അയാളുടെ അഭിപ്രായം പറഞ്ഞു. അച്ഛാ, ഈ പഴയ വീടിന് ഒരു 50 ലക്ഷം മറ്റോ കിട്ടൂ, ആര് നോക്കിയാലും. പക്ഷേ എൻ്റെ അടുത്ത് നല്ലൊരാളുണ്ട്. അയാൾ 1 കോടിയിൽ കൂടുതൽ തരാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. വീട് വിൽക്കേ? ചന്ദ്രൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതിന് ഈ വീട് വിൽക്കാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ മോനെ, സാവിത്രിയും അവനോടായി പറഞ്ഞു. ഞാൻ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞു ഉറപ്പിച്ചല്ലോ, ഇനി മുടക്കാൻ പറയാൻ പറ്റില്ല. മോനെ, ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ചോദിക്കണ്ടേ? സാവിത്രി ചന്ദ്രനെ നോക്കി അർജുനോടായി പറഞ്ഞു. അർജുൻ എന്തു പറയണം എന്നറിയാതെ നെറ്റിയിലെ വിയർപ്പ് ഒരു കൈ കൊണ്ട് തുടച്ച് ചന്ദ്രനെ ഒന്ന് നോക്കി. ഞാൻ ഒരിക്കലും കരുതിയില്ല നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന്. ഞാൻ ആ വലിയ വീട്ടിൽ കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഈ മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അർജുൻ തൻ്റെ കൂർമ്മബുദ്ധിയോടെ അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു മകൻ ഭൂമിയിലേ ഉണ്ടാവില്ല എന്ന് തോന്നിക്കും പോലെ. നോക്ക് അർജുൻ, വീട് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് എവിടേക്കും വരില്ല. ഈ വീട് ഞങ്ങളുടെ വയസ്സുകാലത്ത് ജീവിക്കാനുള്ളൊരു തണലാണ്. അതില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചന്ദ്രൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. നോക്കൂ അമ്മ, പുതിയ ഫ്ലാറ്റ് അച്ഛൻ്റെ പേരിൽ തന്നെയാണ് വാങ്ങുന്നത്. ഈ വീട് വിറ്റിട്ട് എനിക്കെന്ത് ഗുണം ഉണ്ടായിട്ടാണ്? നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ ഈ വീട് വിറ്റിട്ട് ആരതിക്കും ആര്യക്കുമുള്ള ഭാഗം നൽകൂ. ആര്യ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയേ ഉള്ളൂ. ഇതിലെങ്കിലും എന്തെങ്കിലും അവന് നൽകിയാൽ വല്ല ബിസിനസ്സും ചെയ്ത് അവൻ ജീവിച്ചുകൊള്ളും. അവസാനം അർജുൻ അച്ഛൻ്റെ വീക്ക് പോയിന്റിൽ തന്നെ പിടിച്ചു. ചന്ദ്രൻ ഒന്ന് ചിന്തയിലാണ്ടു. സാവിത്രിയും, ഓക്കെ, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നും ഒഴിവാകാം. നിങ്ങൾ ഇങ്ങനെ മിഡിൽ ക്ലാസ് ലൈഫ് ജീവിക്കൂ. എൻ്റെ സ്റ്റാറ്റസിനും ഒക്കെ നാണക്കേടായാലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം? അയ്യോ മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മ, അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് എത്ര നാണക്കേടുണ്ടെന്നറിയോ? എൻ്റെ ബിസിനസ് ഫ്രണ്ടിൻ്റെ മുന്നിലെല്ലാം എനിക്കൊരു സ്റ്റാറ്റസും ഇല്ല അമ്മ. നോക്ക് അർജുൻ, നീ അതൊന്നും ആലോചിക്കണ്ട. ഞങ്ങളിവിടെ സുഖ സൗകര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്താ ചന്ദ്രേട്ട ഈ പറയുന്നത്? നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അവകാശം എനിക്കുമുണ്ട്. എൻ്റെ സ്വർണവും സ്വത്തും വിറ്റിട്ടല്ലേ ഈ വീട് പണിതത്. കണ്ടോ, അവന് ഒന്നും വേണ്ട എന്ന്. പാവം എൻ്റെ മോന്. അവന് ഇപ്പോഴും ചിന്ത അവൻ്റെ കൂടപ്പിറപ്പിനെ കുറിച്ചാണ്. സാവിത്രി പതിവ് പോലെ തന്നെ ചാടിത്തുള്ളി ചന്ദ്രൻ്റെ വായടപ്പിച്ചു. നീ നിന്റെ തീരുമാനം പോലെ ചെയ്യുമോനെ. എൻ്റെ കുഞ്ഞാണ് ഈ വീടിനെ ഇതുപോലെ ആക്കിയെടുത്തത്. മറ്റൊരാളെക്കാളും എനിക്ക് എൻ്റെ മോനെ വിശ്വാസമാണ്. ചന്ദ്രൻ എല്ലാം കേട്ട് തല താഴ്ത്തി ഇരുന്നു പോയി. അച്ഛാ, അച്ഛൻ ആര്യയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവൻ എന്തെങ്കിലും നൽകിയാൽ അവൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചാൽ നമുക്ക് സമാധാനമായി ജീവിക്കാലോ. അർജുൻ ചന്ദ്രൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ചന്ദ്രൻ അവനെ തന്നെ നോക്കിയിരുന്നു. ഗിരിധർ ഒരു ഫയൽ പിടിച്ച് അശ്വിനിയുടെ അടുത്തേക്ക് വന്നു. ഫയൽ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. വാട്ട് ഈസ് ഇറ്റ്? അവൾ ഫയലിലേക്ക് നോക്കി ഗിരിധറിനോട് ചോദിച്ചു. നിന്റെ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു നോക്ക്. എന്താ കാര്യം ഡാഡി? നമ്മുടെ കമ്പനിയുടെ സീക്രട്ട് ഇൻഫോർമേഷൻ പുറത്തുവിട്ട് കാശ് ഉണ്ടാക്കുകയാണ് അവൻ. നിനക്ക് ഈ 3rd ക്ലാസ് മനുഷ്യനോടായിരുന്നോ വിശ്വാസം? നോ ഡാഡി, അർജുൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൾ ഫയൽ പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല ഡാഡി, ഇങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഡാഡി തെറ്റിദ്ധരിച്ചതാകും. എന്താ അശ്വിനി, ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കള്ളം പറയോ? നീ ശ്രദ്ധയോടെ അവൻ്റെ ഓരോ ഇമെയിൽ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ കോടികളാണ് ദുബായ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിലുമുണ്ട് കോടികൾ. ഇവനെയാണോ നീ വിശ്വസിക്കുന്നത് അശ്വിനി? നമ്മുടെ കമ്പനിയിൽ കയറി നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുകയാണ് അവൻ. അശ്വിനി ഒന്നും മിണ്ടാതെ ഓരോ ഡീറ്റെയിലും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മോളെ നിന്നോട് ഞാൻ ഫോൺ വിളിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞത് അവനെ വിശ്വസിക്കല്ലേ എന്ന്. അവൻ നിന്നെ പൊന്മുട്ടിടുന്ന താറാവായിട്ടാണ് കണ്ടിട്ടുള്ളത് മോളെ. നിന്നെ കല്യാണം കഴിച്ചതുപോലും നിന്റെ പണം കണ്ടിട്ടാണ്. ഗിരിധർ പറഞ്ഞു നിർത്തിയതും അശ്വിനി ഫയൽ ശക്തിയിൽ അടച്ച്. യെസ്, എനിക്കവനെ കാണണം, സംസാരിക്കണം. എല്ലാവരിൽ നിന്നും കേട്ട സെയിം തൻ്റെ ഡാഡിയിലെ വായിൽ നിന്ന് കേട്ടതും അശ്വിനി വിറച്ചുപോയി. അവളുടെ ഫീലിംഗ് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയി. അവൾ സൈക്കോ മൂഡിലേക്ക് ആയി പോവുകയാണ്.
അശ്വിനി, നിന്റെ വാശി നിർത്ത്, ചിന്തിച്ച് പ്രവർത്തിക്ക്. നിന്റെ എടുത്തുചാട്ടം കാരണമാണ് ഞാൻ തടഞ്ഞിട്ടും നീ നിന്റെ വാശി ആ ഫ്രോഡിനെ വിവാഹം ചെയ്തത്. ഇനിയുള്ളതെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്ക്. ഗിരിധർ അശ്വിനിക്ക് താക്കീത് നൽകി. എങ്ങനെ അവന് ഇതെല്ലാം തോന്നി? അതും എന്നോട്? എനിക്കൊറ്റയ്ക്ക് അവനോട് സംസാരിക്കണം ഡാഡി, എനിക്കൊറ്റയ്ക്ക് സംസാരിക്കണം. അവൾ കണ്ണുകൾ നിറച്ച് പറയുകയാണ്. നോക്ക് അശ്വിനി, നീ ഇങ്ങനെ ഇമോഷണൽ ആയി ഞങ്ങൾ ഇതുവരെ പരിശ്രമിച്ച് നേടിയ പ്രൂഫ് എല്ലാം വെറുതെ ആക്കല്ലേ. ഞാനും ഫൈസലുമായി ചിന്തിച്ച് അവനെതിരെയുള്ളത് ചെയ്യാം. അതുവരെ അവൻക്ക് നീ എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാവരുത് അശ്വിനി. നിന്നോട് അവൻ നന്നായി അഭിനയിച്ചില്ലേ മോളെ? നമ്മുടെ മൂക്കിൻ തുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ വഞ്ചിച്ചില്ലേ? എല്ലാ പ്രൂഫും നിരത്തി അകത്താക്കണം അവനെ. അതിന് എൻ്റെ മോള് നിന്നോട് ചെയ്ത പോലെ അവനോടും ചെയ്യുക. നിന്നോട് തകർത്ത് അഭിനയിച്ച് അവനെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുക. അശ്വിനിയെ സങ്കടം കടിച്ചു പിടിച്ച് എല്ലാം കേട്ടുനിന്ന് കയ്യിലുള്ള ഫയൽ ഒരു സൈഡിലേക്ക് എറിഞ്ഞ് സോഫയിലേക്ക് ഇരുന്നുപോയി. ആര്യ അവരുടെ ഫസ്റ്റ് ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അർജുൻ വീട് വിൽക്കാനുള്ള എല്ലാ ഡോക്യുമെൻറ്റും തയ്യാറാക്കി അമ്മയെയും അച്ഛനെയും കൊണ്ട് ഓഫീസറുടെ മുന്നിൽ വന്നിരുന്നു. സൈൻ ചെയ്യിച്ചോ? ചന്ദ്രൻ വിറക്കുന്ന കൈകളോടെയാണ് സൈൻ ചെയ്തത്. വീട് വിറ്റ് അവർ വന്നത് അശ്വിനിയുടെ മാളികയിലേക്കാണ്. അർജുൻ, ഇത് ഏതാണ് വീട്? നീ അല്ലേ പറഞ്ഞത് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെന്ന്? ആ അമ്മ, ഫ്ലാറ്റ് ഇൻറ്റീരിയൽ വർക്കിലാണ്. അതുവരെ ഇവിടെ എൻ്റെ വീട്ടിൽ കഴിയാലോ? അവനൊന്ന് ചുമച്ചുകൊണ്ട് ചന്ദ്രനെയും സാവിത്രിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് എങ്ങനെ ശരിയാകും അർജുൻ? ഇത് നിൻ്റെ വീടല്ല, അശ്വിനിയുടെ ആണല്ലേ. ഇവിടെ എങ്ങനെ ഞങ്ങൾ താമസിക്കും? അത് ശരിയല്ല അർജുൻ, ചന്ദ്രൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, കുറച്ച് ദിവസത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അച്ഛാ വരൂ, അകത്തേക്ക് കയറാം. അർജുൻ അവരെ അശ്വിനിയുടെ വീട്ടിലേക്ക് കയറ്റി. സാവിത്രി ആ കൊട്ടാര സദൃശ്യമായ വീടിനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ദീപ, ചായ എടുക്കൂ, അർജുൻ സെർവൻറ്റിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്ക് തയ്യാറാക്കിയ ബെഡ്റൂമിലേക്ക് കയറി. ഡാഡി, ടിക്കറ്റ് റെഡിയായോ? ഗിരിധർ അവരുടെ കൊട്ടാരത്തിൻ്റെ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിനി അങ്ങോട്ടേക്ക് വന്നത്. നാളെ മോർണിംഗിലാണ് ഫ്ലൈറ്റ്, നീ ആദ്യം പോകൂ. അവൻക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിലാക്കണം നിൻ്റെ പെരുമാറ്റം മോളെ. ഓക്കെ ഡാഡി, അശ്വിനി ഒരു വിഷാദ ചിരിയോടെ പറഞ്ഞു. ഡാഡി ടെൻഷൻ ആവാതെ, ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യാം. ട്രസ്റ്റ് മീ ഡാഡി, അവൾ അദ്ദേഹത്തെ ചേർത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. FIR റെഡിയാക്കിയിട്ടുണ്ട് ഡാഡി. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഗിരിധർ തലയാട്ടിക്കൊണ്ടിരുന്നു. അയാൾക്ക് സത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ആയിട്ടുണ്ട്. തൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ആ അച്ഛനും ഒന്ന് പതറിയിരിക്കുന്നു. ഡാഡി, ഈ സ്റ്റോറി ഞാനല്ലേ ആരംഭിച്ചത്? എൻ്റെ അനന്തമായ പ്രണയം അത് ഞാൻ തന്നെ അവസാനിപ്പിക്കാം ഡാഡി, ടെൻഷൻ ആവാതെ.